കോതമംഗലം നഗരസഭയിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് പ്രതിഭാ പുരസ്കാരം സമ്മാനിച്ചു. MLA ഷിബു തെക്കുംപുറം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ഹാളിൽ നടന്ന ചടങ്ങിൽ കൗൺസിലർമാരടക്കം നിരവധി പേർ പങ്കെടുത്തു. കോതമംഗലം നഗരസഭാ പരിധിയിലെ സ്കൂളുകളിൽ നിന്നും SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് പ്രതിഭാ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. കോതമംഗലം നഗരസഭാ ഹാളിലായിരുന്നു പുരസ്കാര സമർപ്പണം. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഭാനുമതി രാജു അധ്യക്ഷത വഹിച്ചു. കോതമംഗലം MLA ഷിബു തെക്കുംപുറം പുരസ്കാര വിതരണം നടത്തി. ഇന്ന് കോതമംഗലം മുനിസിപ്പാലിറ്റി 31 വാർഡിലെയും മികവ് തെളിയിച്ച പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ശ്രേഷ്ഠമായ ചടങ്ങിന് നമ്മളിന്ന് സാക്ഷ്യം വഹിക്കുകയാണ്. ആദ്യമായി ഈ മത്സര പരീക്ഷകളിൽ ഉന്നതമായ വിജയം നേടിയ തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെച്ച ഈ നാടിൻ്റെ അഭിമാനവും പ്രതീക്ഷയുമായ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. എല്ലാ തരത്തിലും വലിയ പ്രയത്നം നടത്തിയത് കൊണ്ടാണ് ഈ വലിയ വിജയം നേടുവാനായിട്ട് കഴിഞ്ഞത്. കഠിനാധ്വാനവും വലിയ പ്രവർത്തനവും നടത്താൻ നമുക്ക് കഴിഞ്ഞ നാളുകളിൽ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് ഈ പരീക്ഷകളിൽ ഉന്നതമായ വിജയം നേടുവാനായിട്ട് കഴിഞ്ഞത്. നമ്മുടെ മാതാപിതാക്കള്, പ്രത്യേകിച്ച് അധ്യാപകര്, എല്ലാവരുടെയും വലിയ പിന്തുണ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എല്ലാ തരത്തിലും തിളക്കമാർന്ന നേട്ടം കൈവരിക്കാനായിട്ട് കഴിഞ്ഞത്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ ആഷ്ലി ജോസഫ്, മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ആബിദ ടീച്ചർ, അനൂപ് ജോർജ്, സിന്ധു ജിജോ, ജോർജ് അമ്പാട്ട്, കൗൺസിലർമാരായ മാജോ മാത്യു, CPS ബാലൻ, എൽദോസ് കീച്ചേരി, KP ജലീൽ, വിനീഷ് സെബാസ്റ്റ്യൻ, സലീം ചെറിയാൻ തുടങ്ങിയവർ പങ്കെടുത്തു. അതുകൊണ്ട് തന്നെ കോതമംഗലം നഗരസഭയിലെ നിങ്ങൾ ഇവിടെ വന്നു ചേരുമ്പോൾ ഞങ്ങളുടെ നഗരസഭയിലെ ഭരണസമിതിക്ക് അത് ഏറ്റവും സന്തോഷകരമാണ്. നമുക്കറിയാം, നമ്മളുടെ ഇനിയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് SSLCക്ക് ഫുൾ മാർക്ക് വാങ്ങിയ നിങ്ങൾ പ്ലസ് ടുവിലേക്ക് കടന്നു വരും, +1 +2 കടന്നു വരുമ്പോൾ അതിൽ നിങ്ങൾ സമ്പന്നരായിരിക്കുകയാണ്. ഈ +2 എന്ന് പറയുന്ന ഇതിൽ നിന്നാണ് നിങ്ങളുടെ വിദ്യാഭ്യാസം ഇനി ഉന്നതങ്ങളിലേക്ക് പോകുന്നത് ഏതാണെന്ന് നിങ്ങൾ തിരിച്ചെടുക്കുന്നത്. കാരണം നിങ്ങൾക്ക് കിട്ടിയ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ സയൻസ് ഗ്രൂപ്പാണോ, ബികോമാണോ, കൊമേഴ്സ് ആണോ എന്നെല്ലാം നിങ്ങൾ തന്നെ ആലോചിച്ച് തീരുമാനിച്ച് നിങ്ങളുടെ ഉന്നതിക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കും. ഇതുകൊണ്ടൊന്നും നമ്മുടെ പഠനം അവസാനിക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ എന്നും നിങ്ങളുടെ പഠനങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നതും പ്രാർത്ഥിക്കുന്നത്. Media 60 കോതമംഗലം.